الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال كلا إن معي ربي سيهدين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നോമ്പുകാരായിട്ടാണ് ജുമാക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മുഹറം 10 നോമ്പെടുക്കുമ്പോൾ ഈ ദിവസവുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ കുറച്ച് വസ്തുതകളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സന്തോഷമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നീട് ദുഃഖമുള്ളതുമായ 2 ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ദിവസം കൂടെയാണ് മുഹറം 10 എന്നുള്ളത്. ഇന്ന ദിവസത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന, അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്നപ്പോ ഫറഅൽ യഹൂദ തസൂമ യൗമ ആശൂറ, ഈ മുഹറം 10 അവർ നോമ്പെടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. അവരോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ നോമ്പിന്റെ കാരണം എന്താണ്? അവര് പറഞ്ഞു, നജ്ജല്ലാഹു ബനു ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. ഇസ്രായേലുകളെ അള്ളാഹു അവരുടെ ശത്രുവായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അന്ന് മൂസ നോമ്പെടുത്തിട്ടുണ്ട്. എന്നാൽ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ പ്രവാചകൻ സംസാരിച്ചത് അന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. ഫഅമറ ബിസിയാമി, ആ നോമ്പ് കൊണ്ട് പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസത്തെ 10 നോമ്പ് മൂസാ നബിയെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ്. നമ്മളൊരു പക്ഷേ പല വ്ളോഗുകളിൽ നിന്നും അതല്ലെങ്കിൽ വായനകളിൽ നിന്നും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അള്ളാഹു ആദം നബിയുടെ തൗബ സ്വീകരിച്ചത്, നൂഹ് നബിയുടെ കപ്പലടിഞ്ഞത്, ഇങ്ങനെ തുടങ്ങിയ കുറെ വസ്തുതകൾ റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അത് 2 വിഷയങ്ങൾ ദുർബലമായതും മറ്റു പലതും കെട്ടിച്ചമക്കപ്പെട്ടതുമാണ്. എന്നാൽ ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടത് ഫിർഔനിൽ നിന്ന് മൂസാ നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ സംഭവമാണ്. ഇനി യഹൂദികളോട് എതിരാവാൻ നമ്മളോട് പഠിപ്പിച്ചത് എന്താണ്? ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ,
അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരു കൊല്ലം കൂടെ എനിക്ക് ആയുസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത 9 കൂടെ നോമ്പ് നോൽക്കുമായിരുന്നു. അപ്പൊ 9ഉം 10ഉമാണ്. ഇനി ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഇന്നലെ നോമ്പെടുക്കാൻ സാധ്യമാവാത്തവരുണ്ടെങ്കിൽ യഹൂദികളോട് എതിരാവാൻ 10ഉം 11ഉമായിട്ടും ഇൻഷാ അല്ലാഹ് ആ നോമ്പിനെ അവരോട് നിന്നൊരു വ്യത്യസ്തത നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് ഇന്നലെ നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ നാളെ 11ന് നോമ്പെടുത്തിട്ട് ജൂതന്മാരോട് എതിരാവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹു മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായ ചരിത്രത്തിന്റെ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൂരിസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാണ് മൂസ. അത് കേവലം നിസ്സാരമായൊരു സംസാരമായിരുന്നില്ല. പിറന്നു വീണ ആൺമക്കളെ മുഴുവൻ കൊന്നുകളയുന്ന ക്രൂരനായ ഭരണാധികാരിയിൽ നിന്ന് നൈലിന്റെ ഓളങ്ങളിലൂടെ ഒരു പെട്ടിയിലൂടെ ആരാണോ കൊല്ലാനായി കൽപ്പന കൊടുത്തത് അവന്റെ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന റബ്ബാണ് ഞാൻ. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പിന്നീട് നാട് വിടേണ്ടി വന്നപ്പോഴും തിരിച്ചാ നാട്ടിൽ വന്ന ഇസ്രായേൽ സന്തതികളുടെ മോചനത്തിന് വേണ്ടി സംസാരിക്കുമ്പോ ആദ്യമായി പറഞ്ഞത് അള്ളാന്റെ വഹദാനിയത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ സംസാരിക്കുമ്പോഴും തന്റെ അനുയായികളോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫ് 7-ാം അധ്യായത്തിലെ 128-ാമത്തെ ആയത്തിലെ നിങ്ങൾ ക്ഷമയോടുകൂടെ അനുവർത്തിക്കണം. ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും റബ്ബിൽ പ്രതീക്ഷ വെച്ച് അവനോട് സഹായം തേടി സഹനത്തോടെ മുന്നോട്ട് പോകണമെന്നാണ്. പ്രിയമുള്ളവരെ, അന്ന് രാത്രികാലങ്ങളിലൂടെ തന്റെ അനുയായികളുമായി രക്ഷപ്പെടുന്ന മൂസ അലൈഹിസ്സലാം അവിടെ നേരം പുലരുമ്പോ കാണുന്ന കാഴ്ച മുന്നിലൂടെ കടലാണ്, പിന്നിൽ ഫിർഔനിന്റെ പട്ടാളങ്ങളാൽ. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ 2 സംഘങ്ങളെയും കണ്ടുമുട്ടുമ്പോ തന്റെ കൂടെയുള്ള ആളുകൾ പറയാണ്, ഇന്നാ ലമുദറകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടവർ തന്നെയാണ്. അവിടെയാണ് അള്ളാഹുവിലുള്ള കൃത്യമായൊരു ബോധ്യം മഹാനായ മൂസ അലൈഹിസ്സലാം നൽകുന്നുണ്ട്. പാഠം അവിടെയാ കടന്നു വരേണ്ടത്. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സൂറത്ത് ശുഅറാ 62-ാമത്തെ ആയത്താണ്. എന്റെ കൂടെ എന്റെ അള്ളയുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ ഹിസ്റയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ആ ഗുഹാമുഖത്തിന്റെ മുന്നിൽ വന്ന ശത്രുക്കൾ അവരുടെ കാൽപാദത്തിന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണില്ല റസൂൽ എന്ന് പറയുമ്പോ നമ്മുടെ 2 സിദ്ദീഖ്, മൂന്നാമനായിട്ട് പടച്ചോനുണ്ട്. ആ പടച്ചോനിലുള്ള തവക്കുലാണ് മൂസ അലൈഹിസ്സലാം. കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീടുമാറി ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എറിയപ്പെടുമ്പോ ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെന്റെ പടച്ചോനുണ്ട്. പ്രിയമുള്ളവരെ, ചെങ്കടലിനെ പിളർത്തി അതിലൂടെ മൂസാ നബിയെ രക്ഷിച്ചവൻ അള്ളയാണ്. സ്വാഭാവികമായും ചില ആളുകളൊക്കെ പറഞ്ഞത് വേലിയേറ്റമാണ്, വേലിയിറക്കമാണ്. ഒന്നുമില്ല. കാരണം കടലിലെ വെള്ളം മാറുമ്പോ അതിന്റെ ചെളിയുടെ ചതുപ്പുകൾ കാലുകളെ താഴ്ന്നു പോകുമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു യബസ, അതിനെ ഫുട്പാത്താക്കി അതിനെ ഉണക്കിക്കളഞ്ഞവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ മുഹറം 10 കടന്നു പോകുമ്പോ ഒരുപക്ഷെ വർഗീയവാദികളുടെ ഫാഷിസത്തിന്റെ ഏത് അജണ്ടകൾ നടപ്പാക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെക്കാളും മുകളിലുള്ള റബ്ബ് ഹയ്യാണ്, ആ റബ്ബ് ഖയ്യൂമാണ്. അതുകൊണ്ട് ആ റബ്ബിലുള്ള തവക്കുലാണ് ഈ മുഹറം 10 അതിന്റെ ചരിത്രങ്ങളിലൂടെ നമ്മളിലൂടെ കടന്നു വരേണ്ടത്. ഇനി പ്രിയമുള്ളവരെ, ഏറ്റവും വേദനയുടെ ഒരു ചരിത്രമുണ്ട് എന്ന് പറയാനുള്ള കാരണം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവിടെന്ന് പറയുന്നുണ്ട്, വൽ ഹുസൈൻ അക്രമഹുല്ലാഹു ബിശ്ശഹാദ ഫി ഹാദൽ യൗം, ഈ ദിവസത്തിൽ ഷഹാദത്ത് കൊണ്ട് അല്ലാഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുഗ്രഹിച്ച ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. വഅഹാന ബിദാലിക മൻ ഖതല, അദ്ദേഹത്തെ കൊന്നവരെ അല്ലാഹു നിന്ദിച്ച ദിവസവും മുഹറം 10 എന്ന്. അഥവാ ഹിജ്റ 61 മുഹറം 10 ഇതുപോലത്തെ ഒരു വെള്ളിയാഴ്ചയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ മണ്ണിലൂടെ രക്തസാക്ഷിയാവുന്നത്. അവിടുന്ന് കൃത്യം 6 വർഷങ്ങൾ കടന്ന് ഹിജ്റ 67 മുഹറം 10 ഞായറാഴ്ച ദിവസമാണ് അദ്ദേഹത്തെ കൊന്ന അതിന്റെ കിങ്കരന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ നാട്ടിലുണ്ടായ
അവിടുന്ന് ജയ്ഷൽ തൗബ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര കലാപത്തിന്റെ ഒരു സംഘവുമായി കൊല ചെയ്യപ്പെടുന്നതും അവിടുന്ന് ഹിജ്റ 67 മുഹറം 10-നാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയായിസങ്ങളുടെ ഒരുപാട് കഥകൾ കേട്ടു വളർന്നവരാണ് നമ്മളൊക്കെ. നാട്ടുമ്പുറങ്ങളിലെ കഥാപ്രഭാഷണങ്ങളിലൂടെ കടന്നു വന്ന കഥകളിൽ ഷിയീസം വല്ലാതെ അടിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ നെല്ലും പതിരും വേർതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി മുആവിയ റളിയല്ലാഹു അൻഹു വളരെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങൾ നമുക്കിടയിലൂടെ കാണാൻ സാധിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഖാലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അമ്മാവനെന്ന് അഭിസംബോധനം ചെയ്തത് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തന്റെ വഹി എഴുത്തുകാരിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ഖുതുബയിൽ അള്ളാന്റെ റസൂൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹാദിയം മഹ്ദിയ, അദ്ദേഹം സന്മാർഗം പ്രാപിച്ച ആളാണ്, മറ്റുള്ളവർക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്റെ സ്വഹാബത്തിനെ മോശമായി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ യസീദ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന്റെ മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലൂടെ പരക്കുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നൊരു സത്യം കൂടെ അതിന്റെ പിന്നിലുണ്ട്. അതുകൂടെ നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്ക്, താരിഖ് ത്വബരിയിൽ നിന്ന് സീറത്ത് അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന 2 കിതാബുകൾ ബേസ് ചെയ്തിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അതുപോലെ മറ്റൊരു റിവായത്തിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ വരുന്ന ഹദീസുകളിലൂടെ കാണാം, ഉമ്മു സലമയുടെ വീട്ടിലെ അള്ളാന്റെ ഹബീബുള്ള ദിവസമാണ്. പ്രവാചകനോട് സംസാരിക്കാൻ മഴയുടെ മലക്ക് അനുവാദം ചോദിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കാൻ അവിടെ ഒരു റൂമിൽ മറ്റാർക്കും പ്രവേശനമില്ലാതെ അള്ളാന്റെ പ്രവാചകനും മലക്കും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മു സലമയുടെ കണ്ണ് വെട്ടിച്ച് മുട്ടുകുത്തി നടക്കുന്ന ഇളം പ്രായത്തിലുള്ള മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് എത്തുകയാണ്. ആ പ്രവാചകന്റെ ദേഹത്തിങ്ങനെ ചാടിമറിയുമ്പോ അള്ളാന്റെ പ്രവാചകനോട് മലക്ക് ചോദിക്കുന്നുണ്ട്, അത്ഹിബ്ബു, ഈ കുട്ടി അങ്ങേക്ക് ഇഷ്ടമാണോ റസൂലേ? ഈ കുട്ടി അങ്ങേക്ക് ഇഷ്ടമാണോ റസൂലേ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, അതെ. എന്നാൽ അവിടുന്ന് കൃത്യമായ അധ്യാപനം കൊടുക്കുന്നു, അമ്മാ ഇന്ന ഉമ്മതക്, തീർച്ചയായും താങ്കളുടെ ഉമ്മത്ത് സതഖ്തുലു, ആ ഉമ്മത്ത് തന്നെ ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന്. അത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് കാണാൻ പറ്റും. മറ്റൊരു റിവായത്തിൽ പറഞ്ഞത്, ഇന്ന ഇബ്നക ഹാദാ ഹുസൈൻ, തങ്ങളുടെ ഈ മോനുണ്ടല്ലോ ഹുസൈൻ, മഖ്തൂലുൻ, മകനെ കൊല്ലപ്പെടുന്നവൻ തന്നെയാണ്. ഏതൊരു മണ്ണിലാണെന്ന് റസൂലേ അങ്ങേക്ക് കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് തുർബത്തുൻ ഹംറാ, ഒരു ചുവന്ന മണ്ണെടുത്തുകൊണ്ട് അവിടുന്ന് മലക്ക് പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നബിയേ, ഈ ഒരു മണ്ണ് എവിടെയാണോ ഉള്ളത് ആ മണ്ണിൽ അങ്ങയുടെ പൊന്നുമോൻ ഹുസൈൻ ഷഹീദാകുമെന്നാണ്. ആ കുട്ടി ഷഹീദാകുമെന്നാണ്. പ്രിയമുള്ളവരെ, ആ പ്രവാചകന് കൊടുത്ത വഹിയാണ്. പിന്നീട് 29 വർഷം 6 മാസം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം കഴിഞ്ഞ് പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുകയാണ്. പക്ഷെ 6 മാസമേ അദ്ദേഹം ഭരണം നടത്തിയുള്ളൂ. ആ ഭരണം അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത്, എന്റെ ഖലീഫയായി ഞാൻ മുആവിയ ബൈഅത്ത് ചെയ്യുന്നു എന്നാണ്. എന്താ കാരണം എന്നറിയോ? മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അള്ളാന്റെ ഹബീബ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ചാരവന്ന് നിന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന പേരക്കുട്ടിയെ കാണിച്ച് അള്ളാന്റെ ഹബീബ് പറയാണ്, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എന്റെ ഈ മോനൊരു നേതാവാണ്, എന്റെ മകൻ നേതാവാണ്. വലഅല്ലല്ലാഹു അയ്യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 വിഭാഗത്തിനിടയിൽ സുൽഹുണ്ടാക്കുന്ന, സന്ധി ഉണ്ടാക്കുന്ന നേതാവാണ് എന്റെ മോന് ഹസൻ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മോനൊരു പ്രശ്നത്തിനുണ്ടാവില്ല,
അദ്ദേഹത്തിന് തോന്നി രാജ്യത്തിന് ആഭ്യന്തര പ്രശ്നം വേണ്ട, അതുകൊണ്ട് തനിക്ക് അധികാരം വേണ്ട, തനിക്ക് ഭരണം വേണ്ട. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് പിന്മാറുകയാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ചതിയിലൂടെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അവിടുന്ന് പിന്നീട് മുആവിയയുടെ ഭരണമാണ്. 20 വർഷക്കാലം മുആവിയയുടെ ഭരണമാണ്. ആ 20 വർഷത്തെ ഭരണത്തിന്റെ അവസാനത്തില് തന്റെ മകനായ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണമേൽപ്പിച്ചു കൊടുക്കുമ്പോ ഉള്ളിൽ സഹാബത്തടക്കമുള്ള ആളുകൾ അത് ശരിയല്ല എന്ന്, മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അടക്കമുള്ള ആളുകൾ അതിനോട് ശക്തമായി എതിര് പറഞ്ഞു. പക്ഷേ അവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടായി. ഇവര് പറഞ്ഞത് പിന്നീട് സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ്. മുആവിയ പറഞ്ഞത് രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോ ഇനി അതിനുവേണ്ടി ഒരു യുദ്ധമുണ്ടാകണ്ട, നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമെന്നുള്ളതാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ തക്കത്തിലെ ഇറാഖിന്റെ കൂഫ ഏത് കാലഘട്ടങ്ങളിലും അവിടെ പ്രശ്നമുള്ള നാടാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരിക്കൽ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവിടുന്ന് പ്രവാചകൻ ഓരോ നാടിനു വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുമ്പോ വഫീ ശാമിനാ വഫീ യമനിനാ, ഞങ്ങളുടെ യമനിന് ബറക്കത്ത് നൽകണേ അല്ലാ, ഷാമിന് ബറക്കത്ത് നൽകണേ അല്ലാ. ആ സമയത്ത് ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി ദുആ ചെയ്യണേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നജ്ദിന് വേണ്ടി ദുആ ചെയ്യില്ല. ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെയാണ് ഫിത്തനകളുള്ളത്, അവിടെയാണ് പ്രകമ്പനങ്ങളുള്ളത്. ഹുനാക ഖർനു ശൈത്താൻ, അവിടെയാണ് ശൈത്താനിന്റെ കൊമ്പുള്ളത് എന്നാണ്. പല ആളുകളും പറഞ്ഞു അത് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബാണ്, അതാണ് ഷെയ്ത്താന്റെ കൊമ്പ്. അദ്ദേഹത്തിന്റെ ജന്മനാട് നജ്ദാണല്ലോ. പക്ഷെ ആ നജ്ദ് റിയാദിലെ നജ്ദാണ്, ഉയരമുള്ള പ്രദേശത്തിനാണ് നജ്ദ് എന്ന് പറയാം. 12ഓളം നജ്ദ് സൗദിക്കുള്ളിൽ പോലുമുണ്ട്, 12ഓളം നജ്ദുകളുണ്ട്. ഇവിടെ റസൂലുള്ള പറഞ്ഞ നജ്ദ് ഏതാണ്? ബുഖാരിയുടെ ശറഹ് കിർമാനിയിലൂടെ കാണാം. റസൂലുള്ളാഹി വിരൽ ചൂണ്ടിയത് ഇറാഖിന്റെ സിറിയയുടെ ഭാഗത്തേക്കാണ്. അവിടെയാണ് ഖവാരിജിയത്തുണ്ടായത്, അവിടെയാണ് മുഅ്തസിലിയത്തുണ്ടായത്. ലേറ്റസ്റ്റ് ISIS രൂപീകരിച്ചതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഫിത്തനകൾ കെട്ടടങ്ങില്ല എന്നുള്ളതാണ്. ആ ഇറാഖിന്റെ ആളുകൾ, കൂഫക്കാർ, അവിടെ നോക്കി മുആവിയ ഭരണത്തിന്റെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റിയപ്പോ 500-ലധികം ലെറ്ററുകളാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ചു കൊടുത്തതെന്ന് കൂഫയിലേക്ക് വരണം. 1-2 കത്തല്ല. അദ്ദേഹം ആ കത്തിന് ആദ്യം മറുപടികൾ കൊടുത്തില്ല. 500-ലധികം കത്തുകൾ വന്നു. അന്ന് അവർക്ക് മറുപടിയായി, അവരിലേക്കൊരു സഹായിയായി തന്റെ പിതൃ സഹോദരപുത്രൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരപുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അദ്ദേഹം അവിടെ ചെന്നു, കൂഫയിലേക്കെത്തി വിവരങ്ങൾ അറിയിച്ച് കത്തെഴുതാമെന്നാണ്. 12,000-ഓളം വരുന്ന ആളുകളാണ് കൂഫക്കാർ. 12,000-ഓളം വരുന്ന ആളുകള് മുസ്ലിം ഇബ്നു അഖീലിനെ സ്വീകരിക്കുകയാണ്. അവരുടെ സ്വീകരണങ്ങളും കൂടെ നിൽക്കലും ബയ്യത്തുമൊക്കെ കണ്ടപ്പോ അവിടുന്ന് മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തെഴുതി, താങ്കൾക്ക് ഇങ്ങോട്ട് വരാം, ഇവിടത്തെ ഭൂമി അങ്ങേക്ക് അനുകൂലമാണ്, അതുകൊണ്ട് അങ്ങ് കൂഫയിലേക്ക് വന്നുകൊള്ളുക എന്ന് ലെറ്റർ എഴുതുന്നുണ്ട്. എന്നാൽ ചതി കാത്തിരിക്കുന്നത് പിന്നീടാണ്. അവിടുന്ന് അവർക്കിടയിൽ വന്ന് ഗവർണറെ, നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അവർക്കിടയിലുള്ള ഗവർണർ എന്ന് പറഞ്ഞാൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ കൂഫയിലെ ഗവർണർ എന്ന് പറയുന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന്റെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബത്താണ് ഗവർണർമാരായിട്ടുള്ളത്. എന്നാൽ തന്റെ ഭരണത്തിന് കോട്ടം തട്ടുമോ എന്ന് പേടിച്ചുപോയ യസീദ് ഇബ്നു മുആവിയ ഗവർണർമാരെ മാറ്റുകയും ആ സ്ഥാനത്തേക്ക് വളരെ ക്രൂരനായ സിയാദുല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ ഗവർണറായി നിയമിക്കുന്നുണ്ട്. അയാൾ ക്രൂരനാണ്, ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ രാത്രിയിലൂടെ മുഖം മൂടി ധരിച്ച് അവിടുന്ന് അക്രമം കൊണ്ട് താണ്ഡവമാടിയിട്ടാണ് തന്റെ ഭരണം തുടങ്ങുന്നത് എങ്കിൽ ഗവർണറോട് മുഖാമുഖം സംസാരിക്കാൻ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു അസറിന് വേണ്ടി പുറപ്പെടാമെന്ന തീരുമാനം കൊടുക്കുകയും 12,000 ആളുകൾ സ്വീകരിച്ചിടത്തു നിന്ന് 5,000-ഓളം ആളുകളാണ് ഗവർണറുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ അനുഗമിക്കാനുള്ളത്.
എന്നാൽ അസറിന് 5000 ആളുകളുണ്ടെങ്കിൽ മഗ്രിബ് ജമാഅത്തിന്റെ നേരത്ത് അത് വെറും 30 ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കൂഫക്കാരുടെ ചതി വന്നത്. അവിടുന്ന് ഇശാഇന്റെ ജമാഅത്തിന്റെ നേരത്ത് കൂടെ ഒരാൾ പോലും ഇല്ലാതെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെടുമ്പോ, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിനെ വകവരുത്താനുള്ള ശ്രമം നടത്തുമ്പോ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഒരു വീട്ടിൽ ഒരു സഹോദരി അഭയം കൊടുത്ത് ആ ഉമ്മ അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുമ്പോ രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്ന്, ഗവർണറിൽ നിന്ന് ഇനാമ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ ആ വീട്ടുകാരനായ പുരുഷൻ തന്നെ ഒറ്റിക്കൊടുത്ത് കൂഫയുടെ അങ്ങാടിയിൽ ആളുകൾക്കിടയിൽ ഉയരമുള്ളൊരു പ്രതലത്തിൽ നിന്ന് താഴേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുമ്പോ, പ്രിയമുള്ളവരെ, കൊല ചെയ്യാനായി കൊണ്ടുവരുമ്പോ മഹാനായ ഈ സഹാബി അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്പസമയങ്ങൾക്കകം ഈ മുസ്ലിം എന്ന് ഞാൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷെ അറിയിക്കണം, എന്റെ ഹുസൈനോട് അറിയിക്കണം, കൂഫക്കാര് ചതിയന്മാരാണ്, ഇങ്ങോട്ട് വരല്ലേ എന്നവരോട് അറിയിക്കണമെന്നുള്ളതാണ്. ആ വിവരം അദ്ദേഹത്തിലേക്ക് കിട്ടുന്നതിന് മുമ്പ് ഇത് നടക്കുന്ന ദിവസം ഏതാണെന്നറിയോ? ദുൽഹിജ്ജയുടെ യൗമുൽ തർവിയ 7 അങ്ങ് മിനായുടെ ടെന്റുകളിലേക്ക് ഹാജിമാര് നീങ്ങാൻ അവരുടെ പാത്രങ്ങളിൽ വെള്ളങ്ങളൊക്കെ ശേഖരിച്ചൊരുങ്ങുന്ന ആ ദിവസമാണ്. വിവരമറിഞ്ഞ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യം പുറപ്പെടാൻ ഒരുങ്ങുന്നത്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകള്, അബ്ദുല്ലാഹി അവിടുന്ന് ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള ആളുകൾ, മുഴുവൻ ആളുകളും പറഞ്ഞു, ഹുസൈനെ അങ്ങോട്ട് പോകരുത്, അത് ചതിയന്മാരുടെ നാടാണ്, അങ്ങോട്ട് താങ്കൾ ചലിക്കാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയുന്നുണ്ട്, അവിടുന്ന് മജ്മൂഉ സവാഇദിലൂടെ കാണാ, യാ ഇബ്നു ബിൻതി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകനെ, ഇന്നഹും ലയൻസുറുക്, ആ കൂഫക്കാർ നിന്നെ സഹായിക്കില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് പോകല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എത്രത്തോളം പറഞ്ഞു എന്നറിയോ നിങ്ങൾക്ക്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താങ്കൾ എന്റെ റസൂലിന്റെ പൗത്രനല്ലായിരുന്നുവെങ്കിൽ, പേരക്കുട്ടിയായില്ല എങ്കിൽ അങ്ങയുടെ തല ഞാൻ പിടിച്ചുവെച്ച് പറഞ്ഞു വിടില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അംറ ബിൻത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹോദരി സഹാബ വനിതയാണ്. യാത്രാമധ്യേ ഹദീസുകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്, അങ്ങാ മണ്ണിലെ രക്തസാക്ഷിയാകും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, രക്തസാക്ഷിയാവാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ, അള്ളാഹുവിന്റെ വിധിയെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ മണ്ണിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നുണ്ട്. പക്ഷെ ഖാദിസിയയുടെ മണ്ണിൽ വെച്ചറിയുന്നുണ്ട്, തന്റെ ആദ്യത്തെ സന്ദേശമായി കടന്നുപോയ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മടങ്ങി വരണോ വേണ്ടയോ എന്ന ചർച്ച നടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ കുടുംബമെന്ന് പറഞ്ഞാൽ മുസ്ലിം ഇബ്നു അഖീലിന്റെ കുടുംബം കൂടെയുണ്ട്. അവര് പറഞ്ഞു, ഇതിന് പ്രതികാരം ചോദിക്കാതെ എങ്ങനെ മടങ്ങാനാണ്, അതുകൊണ്ട് മടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. ഇവരാകെ 72 ആളുകളാണ്. ഈ ആളുകൾ പുറപ്പെട്ടു, കുഫ ലക്ഷ്യമായി പുറപ്പെട്ടു. താരിഖ് ത്വബരിയിലൂടെ, ഹദീസിലൂടെ കാണാ, അവിടെ കൃത്യമായി ചരിത്രങ്ങളെ കാണാ. ഹിജറ മുഹറം 3 ഹിജറ 61 മുഹറം 3 കർബലയുടെ മണ്ണിൽ അവര് കടന്നു വരികയാണ്. കർബലയുടെ മണ്ണിൽ അവര് കടന്നു വരികയാണ്. അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇതേതാണ് മണ്ണ്, ഇതേതാണ് മണ്ണെന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, കർബല. ആ മണ്ണ് നോക്കി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കർബുൻ വബലാ, കർബുൻ വബലാ. ഇതൊരു പരീക്ഷണമാണ്, ഇത് ബുദ്ധിമുട്ടിന്റെ മണ്ണാണ്, പരീക്ഷണത്തിന്റെ മണ്ണാണെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ കർബലയുടെ മണ്ണിൽ അവരവിടെ തങ്ങാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, യസീദിന്റെ പട്ടാളം അവിടെ നിന്ന് കടന്നു വന്നത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന അന്നത്തെ ഗവർണർ, ക്രൂരനായ ഗവർണർ 5000-ഓളം പട്ടാളത്തെയാണ് 70 ആളുകളെ പ്രതിരോധിക്കാനായി പറഞ്ഞുവിടണേ. ഒരു ഭാഗത്ത് 70 ആള്, അവരെ പ്രതിരോധിക്കുന്ന 5000 പട്ടാളക്കാര്. ആ കുടുംബം അവിടെ യൂഫ്രട്ടീസിന്റെ തീരത്ത് അവിടെ ടെന്റ് കെട്ടി അവിടെ തങ്ങാണ്. ദിവസങ്ങൾക്കിടയിൽ
മുഹറത്തിന്റെ 6-നും 7-ഉം കടന്നു വരുമ്പോ ഉപരോധങ്ങൾ വന്നു. യൂഫ്രട്ടീസിന്റെ ദജനയുടെ തടാകത്തിൽ നിന്ന് ഒരു തുള്ളി ദാഹജലം എടുക്കാൻ പോലും അവരനുവദിക്കുന്നില്ല. വെള്ളം കിട്ടിയില്ല. തൊണ്ട വരണ്ട മക്കൾ കരയാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അവരെ ഉപരോധിക്കുമ്പോ പ്രിയമുള്ളവരെ മുഹറം 9 വരെ കടന്നു വന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം കൂടെ എനിക്ക് സാവകാശം നിങ്ങൾ തരണം, ഒരു ദിവസം കൂടെ സാവകാശം തരണം. അന്നിന്റെ ളുഹറും അസറും ജമ്മും കസറുമായി നമസ്കരിക്കുമ്പോ നിങ്ങൾ നോക്ക്, 70ഓളം വരുന്ന പ്രവാചകന്റെ കുടുംബമാണ്. മറുഭാഗത്ത് നിൽക്കുന്നത് 5000ഓളം വരുന്ന പട്ടാളക്കാരാണ്. ഇവർ മുഴുവൻ നിസ്കരിച്ചത് ഒരൊറ്റ ജമാഅത്താണ്. രണ്ടു കൂട്ടരും 2 ജമാഅത്തല്ല, ഒരൊറ്റ ജമാഅത്താണ്. അവർക്ക് ഇമാമ് നിൽക്കുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിനോട് അവർക്ക് എതിരഭിപ്രായമില്ല, അദ്ദേഹത്തിനോട് അവർക്ക് ദേഷ്യമില്ല. ഇമാമായി നിൽക്കുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ആരാണെന്നറിയോ? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ യുവാക്കളുടെ നേതാക്കളാണ് ഞങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്, ഞങ്ങളുടെ സ്വഹാബത്താണ്, റസൂലുള്ളാഹിന്റെ അനുയായികളാണ്. അതുകൊണ്ട് ഹക്കിന്റെ നിലപാടെന്താണെന്ന് പ്രൗഢമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തില് 30ഓളം ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ പോയാലും വേണ്ടില്ല, ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. പ്രിയമുള്ളവരെ, ഭക്ഷണമില്ല, ദാഹിച്ച തൊണ്ടകളാണ്. തൊട്ടപ്പുറത്തൊഴുകുന്ന നദിക്ക് മേലെ 5000 പട്ടാളക്കാരെ കാവൽ നിന്ന് ദജനയുടെ വെള്ളം പോലും നിങ്ങൾക്കില്ല എന്ന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെടുന്ന ആ സാഹചര്യങ്ങളിൽ കൂടെയുണ്ടായിരുന്ന അവിടുന്ന് അലിയുൽ ഹുസൈൻ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ചരിത്രങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സൈനുൽ ആബിദീൻ എന്ന് വിളിക്കപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം രോഗിയായി കിടപ്പിലാൻ, ആ കുട്ടിക്ക് പോലും കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഉപരോധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവസാനം ഉപാധികളിലേക്ക് വന്നു. നാട് വിട്ട് തിരിച്ചു മക്കയിലേക്ക് മടങ്ങിക്കോളാം, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി ഭാഗത്തേക്ക് പോയി താമസിച്ചോളാം, അതല്ലെങ്കിൽ യസീദ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ബൈഅത്ത് ചെയ്തോളാം. ഇതുവരെ പറയുമ്പോ അത് അംഗീകരിക്കാൻ ആ ഭരണാധികാരി തയ്യാറായി. എന്തിനേറെ ക്രൂരനായ ഈ ഗവർണറായ അദ്ദേഹം പോലും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ക്രൂരനായ ഗവർണർ പോലും ഈ 3 ഉപാധികളിൽ ഒന്ന് താങ്കൾ പാലിച്ചാൽ യുദ്ധമില്ലാത്തതിന് സമാപനം കുറിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കൂട്ടത്തിലെ പേർഷ്യക്കാരനായ ശംർ എന്ന് പറയുന്ന നീതനായ മനുഷ്യൻ വന്നിട്ട് പറയാൻ, ഒരിക്കലും ഹുസൈനെ മക്കയിലേക്ക് മടക്കി വിടരുത്, അങ്ങെടുക്കുന്ന തെറ്റായ നിലപാടാണ് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി തുടക്കം കുറിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് ആ യുദ്ധത്തിനോട് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ആ യുദ്ധം വേണ്ട എന്ന തീരുമാനം വെക്കുമ്പോ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ കൊല ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനില്ലയോ അലിയുൽ അക്ബർ എന്ന് പറയുന്ന അലിയുൽ അക്ബറുണ്ട്, അലിയുൽ സ്വൈറുണ്ട്. അലിയുൽ അക്ബറിനെ കൊല ചെയ്യുകയാണ്. കൊലപാതകം നടന്നവിടെ അബ്ദുല്ലാ എന്ന് പറയുന്ന മകനെ കൊന്നു. ആരാ മരിക്കുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. വാപ്പ നിർബന്ധിതമായി വാളെടുത്തിറങ്ങി വരുന്ന രംഗമാണെങ്കിൽ പോരാട്ടങ്ങൾ നടക്കുമ്പോ ആ കുടുംബത്തിന്റെ മുഴുവൻ ആളുകളെയും കൊന്നുകളയുന്ന സാഹചര്യങ്ങളില് 2 ആളുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ 2 പേരാരാണെന്നറിയോ? ഒന്ന് പനി പിടിച്ച് രോഗിയായി കിടക്കുന്ന അവിടുന്ന് അലി എന്ന് വിളിപ്പേരുള്ള അലി അൽ ഹുസൈൻ സൈനുദ്ദീൻ എന്ന് പറയുന്ന പൊന്നുമോനാണ്. ആ കുട്ടി പനിയായി കിടപ്പിലാണ്. മറ്റൊന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. പോരാട്ടത്തിന്റെ ഭൂമിയിലുണ്ട്. പക്ഷെ 5000-ൽ ഒരാൾക്ക് പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് നേരെ വാളോങ്ങാനുള്ള കരുത്തില്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് പേർഷ്യക്കാരനായ ശംർ എന്ന് പറയുന്ന നീതനായ മനുഷ്യൻ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെറുക്കുമ്പോ 30-ലധികം കുത്തുകളാണ് വാളുകൊണ്ട് ആ ശരീരത്തിലൂടെ ഏൽപ്പിക്കുന്നത് എങ്കിൽ ജീവൻ പോയി താഴെ വീണ് അവിടുന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് പ്രിയമുള്ളവരെ, ആരാണ് പ്രിയമുള്ളവരെ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഗന്ധമാണ്. ഇബ്നാഹുമാ, എന്റെ
മക്കളില്ലഹുമാ റൈഹാനതാനി മിന ദുനിയ, എന്റെ ദുനിയാവിലെ പരിമളങ്ങളാണ്, എന്റെ പരിമളങ്ങളുടെ സുഗന്ധമാണ്. ആ പൊന്നുമോനാണ് താഴെ വീഴുന്ന തീയങ്കല് അവിടുന്ന് വിട്ടില്ല. സിനാൻ എന്ന് പറയുന്ന, സിനാൻ ഇബ്നു അനസ് എന്ന് പറയുന്ന നീചനായ മനുഷ്യൻ വന്ന് ഉടലിൽ നിന്ന് തലയിങ്ങനെ അറുച്ചു മാറ്റിയിട്ട് അതിനൊരു തലികയിൽ വെച്ചിട്ട് അങ്ങ് ഭരണാധികാരിയായ ഗവർണറുടെ മുമ്പിലേക്ക്, അവിടുന്ന് ഉബൈദുല്ലാഹിയുടെ മുന്നിലേക്ക് ആ ശിരസ് കൊണ്ടുപോയി വെക്കുമ്പോ പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ടത് ആ പൊന്നുമോന്റെ തലയാണ് വികൃതമായ രൂപത്തിലൂടെ കയ്യിലുള്ള വടികൊണ്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആ മനുഷ്യന് അതിന്റെ കണ്ണുകളിലേക്ക് കുത്തുന്നുണ്ട്, കവിളിലേക്ക് അടിക്കുന്നുണ്ട്, തലയിലേക്ക് അടിക്കുന്നുണ്ട്, ചുണ്ടിലേക്ക് അടിക്കുന്നുണ്ട്. പല്ല് നോക്കിയിട്ട് എത്ര സുന്ദരമായ ദന്തനിരകളാണെന്ന് പറഞ്ഞ് ആ പല്ലിലേക്ക് കുത്തുമ്പോ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, അള്ളാന്റെ ശത്രു നീ എവിടെയാണ് അടിക്കുന്നതെന്ന് നീ മറന്നുപോയോ? അള്ളാന്റെ റസൂല് സ്നേഹം കൊണ്ട് ചുടുചുംബരങ്ങളെ കൊടുത്തുപോയ ചുണ്ടുകളാണത്. അവിടെയാണ് നീ മർദ്ദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അള്ളാന്റെ റസൂലിന്റെ റൈഹാനാണ്, റസൂലിന്റെ പരിമളങ്ങളാണ് നീ അനുഭവിക്കും. അള്ളാന്റെ ശത്രു എന്ന് പറഞ്ഞ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, വാരിയെടുത്ത് കവിടത്തെ കളിപ്പിച്ചുകൊണ്ട് കവിടത്തിലൂടെ ലോകത്തിന്റെ പ്രവാചകന് ചുംബനങ്ങളെ കൊടുത്ത ചുണ്ടുകളാണത്. ആനയായി പ്രവാചകൻ കളിച്ചു കൊടുത്ത മടിത്തട്ടുകളാണത്. പ്രവാചകൻ ഒരു സൽക്കാരത്തിനിറങ്ങുമ്പോ, കുട്ടികളുടെ കൂടെ കളിക്കുമ്പോ പ്രവാചകൻ പിടിക്കാനോടി കയ്യിൽ കരുതുമ്പോ ഹുസൈൻ അങ്ങ് വഴുതി പോവുകയാണ്. അങ്ങനെ പിന്നാലെ കളിച്ചു നടന്ന ആ മക്കളാണ് ഇത്ര 3 വർഷത്തില് തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, കരളിന്റെ കഷമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോ അലി പറഞ്ഞു എന്റെ മകന്റെ പേര് ഹർബ് എന്നാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു അല്ല, എന്റെ മോന് പേരിടുന്നത് ഹസനാണ്. ഇത്ര 4-ാം വർഷത്തിലൂടെ അടുത്ത ആൺകുഞ്ഞ് പിറക്കുമ്പോ അപ്പോഴും അലി പറഞ്ഞു ഹർബ് എന്ന് പേരിട. അവിടെന്ന് പറഞ്ഞു അല്ല, എന്റെ മോന്റെ പേര് ഹുസൈൻ എന്നാണ്. മുത്ത് റസൂല് പേര് വിളിച്ചതാണ്, അള്ളാന്റെ ഹബീബ് അക്കിക്കാരത്തതാണ്, അള്ളാന്റെ ഹബീബ് വാരിപ്പെടുന്നതാണ്. അങ്ങ് ഖുത്ബ നടത്തുമ്പോ ചാര വന്ന് നിൽക്കുന്നു. ജിബ്രീല് വഹി കൊടുക്കുമ്പോ പ്രവാചകന്റെ മടിത്തട്ടിലുണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ പ്രവാചകന്റെ തർബിയത്തിലൂടെ വളർന്നുവെന്ന് ചോര പൈതലിനെയാണ് നീചമായ രീതിയിലൂടെ കൊല ചെയ്തത്. പിന്നീടെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശത്രു നീ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കർബും വബല, പരീക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ ഭൂമിയായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യസീദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇതൊന്നും അറിയണില്ല. മുആവിയ റളിയല്ലാഹു അൻഹു മകൻ ഇത് അറിയുന്നില്ല. ഉബൈദുല്ലാഹ്ക്കെതിരെ ശക്തമായി തിരിയുകയാണ് ചെയ്തത്. മാത്രമല്ല, അജനാസ ഇങ്ങോട്ട് മദീനയിലേക്ക് അദ്ദേഹം അയച്ചെന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അത് മറവ് ചെയ്യപ്പെട്ടത് മദീനയിലാണെന്നാണ്. മറ്റു പല റിവായത്തിൽ അസ്കലാനിലാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഷിയാക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ ജാറമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചരിത്രം പിന്നീട് വഴിമാറുന്ന സന്ദർഭങ്ങളെ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലൊരു യുദ്ധക്കൊതിയന്മാരായി കടന്നു വന്നവരൊന്നല്ല. നിർബന്ധിതമായി യുദ്ധത്തിനിറങ്ങുമ്പോ അന്ന് വഹി കൊടുത്ത വാക്ക് ഇന്ന ഉമ്മത്തക സത്തഖ്തുൽ, അങ്ങയുടെ ഉമ്മച്ച് കൊല്ലുന്നു പറഞ്ഞില്ലേ, ആ ഉമ്മത്തിനെതിരെ യുദ്ധത്തിനിറങ്ങേണ്ടി വരുമ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹു നെഞ്ചുപൊട്ടി അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ അൻത സിഖയ്യ ഫീ കുല്ലി കർബ് വറജാഇ ഫീ കുല്ലി ഷിദ്ദ. അല്ലാഹുവേ, എന്റെ അവലംബം നീയാണ്, എന്റെ വിശ്വാസം ഏത് കഠിന സന്ദർഭത്തിലും എന്റെ പ്രതീക്ഷ നീയാണ്. മുസ്ലിങ്ങളോടാണ് എന്ന വേദന, തന്റെ പിന്നിൽ തലേ ദിവസം നിസ്കരിച്ചവരുടെ കൂടെയാണ് എന്ന വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചരിത്രങ്ങളിലൂടെ പിന്നീട് കാണാൻ സാധിക്കുന്നത്, സീറത്തു അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, 6 വർഷങ്ങൾ കഴിയുമ്പോൾ ഹിജറ 67 ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൊല ചെയ്യപ്പെടാൻ അതിനുള്ളിൽ നിന്ന് വന്ന ജയ്ഷു തൗബ, അങ്ങ് പ്രവാചകന്റെ പേരക്കുട്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ച തൗബ ചെയ്തൊരു വിഭാഗം, ഒരു സൈന്യം ആഭ്യന്തര കലാപമുണ്ടായി. അത് കേൾക്കുമ്പോൾ നല്ല ടീമാണ് നമ്മൾ വിചാരിക്കേണ്ട. അവരാണ്
ഈ കുത്തറാത്തീവ് ലോകത്ത് കൊണ്ടുവന്ന ആളുകൾ അവരാണ്. ആ ദിവസം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞേ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച ആളുകൾ അവരാണ്. അങ്ങനെ ഷിയാക്കളിൽ ഒരു വിഭാഗമാണ്. ആ ആളുകളാണ് ആഭ്യന്തര കലാപമുണ്ടാക്കി ഈ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് എന്ന് പറയുന്ന ഈ ദുഷ്ടനായ ഗവർണറെ അവർ കൊല ചെയ്തു എന്നുള്ളതാണ്. കൊല ചെയ്തിട്ട് അവരുടെ ഗവർണറുടെ മുമ്പിലേക്ക് തലയറുത്ത് തളികയിലാക്കി ആ തല കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ്. സീറത്ത് അഅ്ലാമുൻ നുബലായിലെ 3 ശിക്ഷകൾ വന്നു എന്നും അദ്ദേഹത്തിന്റെ തലഭാഗത്ത് പാമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നു. അല്ലാഹു അഅലം കിതാബുകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ യഥാർത്ഥമായ മാർഗത്തിന്റെ ചരിത്രങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷിയായിസങ്ങൾ സമൂഹത്തിലൂടെ വ്യാപിക്കുന്നുണ്ട്. അതിൽ നെല്ലും പതിരുമൊക്കെ വേർതിരിച്ച് മുത്തനബിയുടെ യഥാർത്ഥമായ പാതയിൽ മുഹറം 10 മുസ്ലിം മനസ്സാക്ഷി വേദനിപ്പിച്ച ഈ സന്ദർഭങ്ങളിൽ ഹക്കിന്റെ നിലപാട് സ്വീകരിച്ച സ്വഹാബത്തിന്റെ പാതയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നബി കുടുംബത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആബിദായ ഒരു മനുഷ്യനാണ്. അള്ളാഹ്ക്ക് വേണ്ടി സദാ ആരാധന ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. 25ഓളം ഹജ്ജുകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അവരൊരു പ്രചോദനമാണ്, ഒരു മോട്ടിവേഷനാണ്. അദ്ദേഹത്തിന്റെ മകൻ അന്ന് രക്ഷപ്പെട്ടൊരു മോൻ, ആ കുടുംബത്തിലാണ് നബി പരമ്പര നിലനിൽക്കുന്നത്. സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ മോൻ. മദീനയുടെ എല്ലാ വീടുകളിലും ഭക്ഷണപ്പൊതികൾ എത്തുമായിരുന്നു. നമ്മളൊക്കെ കിറ്റ് കൊടുക്കുക എന്ന് പറയും. അദ്ദേഹം ഭക്ഷണപ്പൊതികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. പക്ഷെ ഇതാര് കൊടുക്കുന്നു എന്നാരും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം അത് മദീനയിൽ നിലച്ചുപോയി. അന്ന് അവരൊരു മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സൈനുൽ ആബിദീന്റെ മയ്യത്താണ്. അദ്ദേഹത്തിന്റെ ചുമലിൽ ഭക്ഷണം കൊണ്ടുപോയതിന്റെ തഴമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണം വരെ ഒരാളും അത് അറിഞ്ഞിട്ടില്ല. അതാണ് നബി കുടുംബത്തിന്റെ ഇബാദത്ത്. എന്നാൽ ഈ നബി കുടുംബത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ഷിയാക്കൾ നമുക്കിടയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. 23ഓളം വരുന്ന ഷിയാ ഗ്രന്ഥങ്ങളാണ് നമുക്കിടയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. നമ്മളാരും അറിഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് ഈ കൊണ്ടോട്ടിക്കൈ, പൊന്നാനിക്കൈ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ 2 തട്ടായതലെ കൊണ്ടോട്ടിക്കൈ ഷിയായിസത്തിന്റെ ഇറക്കുമതികളായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ ഈ നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. അവരെ അബൂബക്കർ റളിയല്ലാഹുവിന് എതിരാണ്, ഉമർ റളിയല്ലാഹുവിന് എതിരാണ്. നിങ്ങൾക്കറിയോ, കർബലയുടെ മണ്ണിൽ ഷഹീദായ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളുടെ പേരറിയാം നിങ്ങൾക്ക്? അതിലൊന്ന് അബൂബക്കർ എന്നാണ്. ഒരു മകന്റെ പേര് ഉസ്മാൻ എന്നാണ്. അലി റളിയല്ലാഹുവിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനുമാണ്. ഖുലഫാഉർ റാഷിദുകളിലെ ഏതാ അവിടെ വിട്ടുപോയിട്ടുള്ളേ? എല്ലാവരിലും ബന്ധമുണ്ട്. അലിയുൽ അക്ബറും അലിയുസ് സഈറും അബ്ദുള്ളയും, അങ്ങനെ അവിടുന്ന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കുടുംബവും ഒക്കെ അവിടെ ഷഹീദായവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർ ഷിയാക്കളെന്ന് പറയുന്നവർ ആയിഷ റളിയല്ലാഹുവിനെ വളരെ മോശമായി ചിത്രീകരിച്ചവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിലേക്ക് കാരണം തെളിയിച്ചവർ അവരാണ്. നമ്മൾ വിചാരിക്കണം, ഈ കർബലയെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് നബി കുടുംബത്തോടുള്ള സ്നേഹമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരുടെ ഇമാമിങ്ങൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ ഇമാം അലി റളിയല്ലാഹുവിൻ്റെവാണ്, രണ്ടാമത്തെ ഹസനാൻ, മൂന്നാമത്തെ ഹുസൈനാൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നാലാമത്തെ സൈനുൽ ആബിദീനാണ്. എങ്കിൽ മൂന്നാമനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിലാണ് ആദ്യത്തെ ചാരമുണ്ടാക്കിയത്. അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കുന്നത്. എങ്കിൽ ഒന്നാമനായ അലി റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വേദനയും കാണുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വേറൊരു ചടങ്ങുകളിലേക്കും അവർ നീങ്ങുന്നില്ല. അവർ ഇസ്ലാമിന്റെ ഉള്ളിൽ ജൂതന്മാര് സ്ഥാപിച്ചെടുത്ത ശത്രുക്കളാണ് എന്ന തിരിച്ചറിവുണ്ടാവുക.
ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്ന വാദം ലോകത്ത് കൊണ്ടുവന്നവർ ഷിയാക്കളാണ്. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലം ഉസ്സാനി, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലിയാണ് എന്ന വാദം കൊണ്ടുവന്നതും ഷിയാക്കളാണ്. അതുകൊണ്ട് ഷിയാക്കളെ കരുതിയിരിക്കാൻ, അവരുടെ ആചാരങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ, എന്താണോ യഥാർത്ഥമായ പ്രവാചകനും സഹാബത്തും ആ മാർഗം സ്വീകരിക്കാൻ മുഹറം 10 അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മളുടെ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന ഒരു ഉമ്മ എറണാകുളത്ത് ട്രീറ്റ്മെന്റിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. വീണ്ടും പ്രയാസമായി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജുമുഅക്കും ഖുർആൻ ക്ലാസ്സിലുമൊക്കെ ഭാഗവാക്കായ ഹസൻ സാഹിബ് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ സ്ട്രോക്ക് വന്ന് അദ്ദേഹവും ഹോസ്പിറ്റലിലാണ്. വളരെ പ്രയാസകരമായി സഞ്ചരിക്കുന്നതിന്റെ ഇടയിലാണ്. അള്ളാഹു അവർക്ക് സമാധാനം നൽകി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ഥിരം ജുമുഅക്ക് 2 ആഴ്ച മുമ്പ് വരെ ജുമുഅക്ക് ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരൻ കോമ സ്റ്റേജിലുള്ള ഷാഫിക്ക്, അദ്ദേഹത്തിന്റെ തലക്ക് 2ാമത്തെ സർജറി മിനിഞ്ഞാന്ന് നടന്നു. അള്ളാഹു അദ്ദേഹത്തിനും ഷിഫ ആജിൽ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിൽ സ്ഥിരം ജുമുഅക്കുള്ള സഹോദരൻ നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബിന്റെ മകൻ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നമ്മൾ പലപ്പോഴും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യലുണ്ട്. വലിയ വലിയ പരീക്ഷണങ്ങളെ താണ്ടിപ്പോകുന്നതിന്റെ സാഹചര്യങ്ങളിലാണ്. വേറൊരു ടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുകൂലമായി ഷിഫ നൽകുന്ന രൂപത്തിൽ അല്ലാഹുവേ അതിനെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.